നമസ്കാരം. ഗാന്ധിവധത്തിന്റെ വിധി വന്നതോടെ സവർക്കർ കുറ്റവിമുക്തനാക്കപ്പെട്ടു. എന്നാൽ വിധിക്ക് ശേഷം ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്തത് സവർക്കർ എങ്ങനെ ഗാന്ധിവധത്തിൽ പ്രതി ചേർക്കപ്പെട്ടു എന്നതായിരുന്നു. അങ്ങനെ സംശയിക്കുവാൻ കാരണം സവർക്കർ മാത്രമായിരുന്നു സ്പെസിഫിക് ചാർജസ് ഒന്നുമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു വ്യക്തി. യാതൊരു തെളിവിന്റെയും പിൻബലമില്ലാതെയാണ് സവർക്കറെ അറസ്റ്റ് ചെയ്തത്. വിചാരണക്കാലത്തെ ഒരു സംഭവത്തെക്കുറിച്ച് കാൽ എന്ന പത്രത്തിൽ 1983 ജൂൺ മാസം 16 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമുണ്ട്. വിചാരണ നടക്കുന്ന സമയത്ത് സവർക്കറുടെ ലോയറായിരുന്ന ബൊബാത്കറും അന്നത്തെ നിയമമന്ത്രിയായിരുന്ന BR അംബേദ്കറും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയാണ് ആ ലേഖനത്തിലെ വിഷയം. ഗാന്ധിവധത്തിന്റെ വിചാരണ ഏറ്റവും അടുത്തു നിന്ന് വീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. വിചാരണ വേളയിൽ പല ദിവസവും അദ്ദേഹവും പത്നിയും റെഡ് ഫോർട്ടിലെത്തി പ്രൊസീഡിങ്സ് കേട്ടിട്ടുണ്ട്. വിചാരണ നടക്കുന്ന വേളയിൽ ഒരു ദിവസം സവർക്കറുടെ ലോയറായ ബൊബാത്കറിന് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ അംബേദ്കറിൽ നിന്നുമായിരുന്നു. ഇന്ന് വൈകിട്ട് മധുര റോഡിലെ 6-ാം മൈൽക്കുറ്റിക്കടുത്ത് തന്നെ വന്ന് കാണുവാൻ പറഞ്ഞിട്ട് അംബേദ്കർ ഫോൺ വെച്ചു. പറഞ്ഞ സമയത്ത് തന്നെ ബൊബാത്കർ മധുര റോഡിലെത്തി. അംബേദ്കർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അംബേദ്കറിന്റെ കാറിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചു. ഏതാനും മിനിറ്റ് സഞ്ചരിച്ചതിന് ശേഷം അംബേദ്കർ കാർ നിർത്തി. എന്നിട്ട് ബൊബാത്കറിനോടായി ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ കക്ഷിക്കെതിരെ യഥാർത്ഥത്തിൽ യാതൊരു ചാർജുമില്ല. തീർത്തും വിലയില്ലാത്ത തെളിവുകളാണ് അദ്ദേഹത്തിനെതിരെ കെട്ടിച്ചമച്ചിരിക്കുന്നത്. ക്യാബിനറ്റിലെ പലരും ഇതിനെതിരാണ്. എന്നാൽ സർദാർ പട്ടേലിന് പോലും ഈ ഉത്തരവുകളെ മറികടക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത് ഓർത്തു വെച്ചോളൂ, സവർക്കർക്കെതിരെ യാതൊരു കേസുമില്ല. താങ്കളുടെ കക്ഷി വിജയിക്കും. സവർക്കർ സാഹിത്യങ്ങളിൽ ഒരിടത്തും, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലോ പ്രസംഗങ്ങളിലോ ഒരിടത്തും നമ്മുടെ ദേശീയ നേതാക്കളെ അവരുടെ ഫസ്റ്റ് നെയിം വെച്ച് റെഫർ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. മഹാത്മാഗാന്ധിയെ സവർക്കർ എല്ലായിടത്തും മഹാത്മജി എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നെഹ്റുവിനെ എല്ലായിടത്തും പണ്ഡിറ്റ്ജി എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്ന തൻ്റെ ആൻഡമാനിലെ തടവറക്കാലം വിവരിക്കുന്ന പുസ്തകത്തിൽ സെല്ലുലാർ ജയിലിലെ ക്രൂരനായ ജയിലർ ബാരിയെ എല്ലായിടത്തും സവർക്കർ അഡ്രസ് ചെയ്യുന്നത് മിസ്റ്റർ ബാരി എന്നാണ്. ഗാന്ധിവധത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട സവർക്കർ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് പിന്നീട് പൊതുരംഗത്ത് നിന്നും വിട്ടുനിന്നു. എങ്കിലും സർദാർ പട്ടേലും മൊറാർജി ദേശായിയുമായി അദ്ദേഹം കത്തിടപാടുകൾ തുടർന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് 3 നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതും ഈ കാലത്താണ്. രാജ്യത്തിന് ഭാരത് എന്ന് പേര് സ്വീകരിക്കുക, ഹിന്ദി ദേശീയ ഭാഷയാക്കുക, ദേവനാഗരി ദേശീയ ലിപിയാക്കുക. സവർക്കറുടെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതാക്കുവാൻ നെഹ്റു ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പല നടപടികളും സവർക്കർ നേരിട്ടിരുന്നു. 1950 ഏപ്രിലാണ് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി ഖാൻ നെഹ്റുവിന്റെ ക്ഷണം സ്വീകരിച്ച് ഭാരതത്തിൽ വരുന്നതും നെഹ്റു ലിയാഖത്ത് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതും. ലിയാഖത്ത് അലിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നെഹ്റുവിന്റെ ഗവൺമെന്റ് വളരെ അപ്രതീക്ഷിതമായി സവർക്കറെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 1951 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ഭാരതത്തിലെ പ്രതിപക്ഷത്തിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായ സവർക്കറിന്റെ ഈ അറസ്റ്റിനെ കാണുവാൻ സാധിക്കും. അപ്രകാരം സംശയിക്കുവാൻ കാരണം സവർക്കറെ ജയിലിൽ നിന്നും മോചിപ്പിക്കുവാൻ സർക്കാർ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആദ്യ ജനറൽ ഇലക്ഷൻ കഴിയുന്നതിനും വരെ സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് സവർക്കർ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കണം എന്നായിരുന്നു. അതായത് രാഷ്ട്രീയത്തിൽ നിന്നും റിട്ടയർ ചെയ്യുക, വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുക, ഹിന്ദുമഹാസഭയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുക. ലിയാഖത്ത് അലിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നെഹ്റു ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മറ്റു ചില സംഭവവികാസങ്ങളും നടന്നു. നെഹ്റു ലിയാഖത്ത് അലി ഉടമ്പടിയിലും കാശ്മീരിന് കൊടുത്ത ആർട്ടിക്കിൾ 370 എന്ന പ്രത്യേക പദവിയിലും പ്രതിഷേധിച്ച്
നെഹ്റു മന്ത്രിസഭയിലെ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി രാജിവെച്ചു. ആർട്ടിക്കിൾ 370 അനുസരിച്ച് കാശ്മീരിന് പ്രത്യേക പ്രധാനമന്ത്രിയും ദേശീയ പതാകയും ഭരണഘടനയും ഒക്കെ അനുവദിച്ചിരുന്നു. അന്ന് കാശ്മീരിലേക്ക് പോകണമെങ്കിൽ പ്രത്യേക ലൈസൻസ് അല്ലെങ്കിൽ വിസ എടുക്കണമായിരുന്നു. നിയമം ലംഘിച്ച് കാശ്മീരിൽ പ്രവേശിച്ച ശ്യാമപ്രസാദ് മുഖർജി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ശേഷം നിഗൂഢമായ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെത് ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല എന്ന് വലിയ ഒരു വിഭാഗം ജനങ്ങൾ വന്ന് സംശയിച്ചു. മരണകാരണം അന്വേഷിക്കുവാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുവാനുള്ള മുഖർജിയുടെ മാതാവിൻ്റെ അപേക്ഷ നെഹ്റു തള്ളിക്കളഞ്ഞു. 2004 AB വാജ്പേയി പറഞ്ഞത് ശ്യാമപ്രസാദ് മുഖർജിയുടെ അറസ്റ്റ് തന്നെ ഒരുപക്ഷെ നെഹ്റുവിന്റെ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു എന്നാണ്. കാശ്മീരിനെ പൂർണ്ണമായും ഭാരതത്തിന്റെ ഭാഗമാക്കുവാൻ വേണ്ടിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വം. ഏക് വിധാൻ, ഒരു ഭരണഘടന. ഏക് പ്രധാൻ, ഒരു പ്രധാനമന്ത്രി. ഏക് നിഷാൻ, ഒരൊറ്റ ദേശീയ പതാക. അതായിരുന്നു ശ്യാമപ്രസാദിന്റെ മുദ്രാവാക്യം. അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം ജീവിച്ചതും സ്വജീവിതം ബലിയർപ്പിച്ചതും. എന്നാൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ രാജ്യത്തിന് 72 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. ഒരു സ്വയം സേവകൻ അധികാരത്തിലെത്തി ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനും വരെ. ഇക്കാലത്ത് സവർക്കർ ഒരു നാഷണൽ കലണ്ടർ സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി വികസിപ്പിച്ചെടുത്തു. പക്ഷേ സവർക്കറുടെ ഈ കലണ്ടർ ഗവൺമെന്റ് സ്വീകരിച്ചില്ല. ഇതേ കാലത്ത് തന്നെ അദ്ദേഹം ചില കോൺട്രവേഴ്ഷ്യലായ അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിരുന്നു. ബ്രാഹ്മണരും ബൗദ്ധരും ഉൾപ്പെടെ ഹിന്ദു സമാജത്തിലെ പല അവാന്തര വിഭാഗങ്ങളോടും അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യൻ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം എന്ന് മതമല്ല തീരുമാനിക്കേണ്ടത്. ആഹാരം ശരീരത്തിന് യോജിച്ചതാണോ എന്ന് തീരുമാനിക്കേണ്ടത് മെഡിക്കൽ സയൻസ് ആവണം. ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞതുകൊണ്ട് ആഹാരം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യരുത്. ആരോഗ്യത്തിന് ചേരുന്നത് എന്തും കഴിക്കുക. നമ്മൾക്ക് നീണ്ട കടൽ തീരമുണ്ട്, അതിൽ നിറയെ മത്സ്യസമ്പത്തുണ്ട്. എന്തുകൊണ്ട് നമ്മൾക്ക് മത്സ്യം കഴിച്ചു തുടങ്ങിക്കൂടാ? ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിൻ്റെയും പട്ടിണി മാറ്റുവാൻ അത് ഉപകരിക്കുകയും ചെയ്യും. ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ RSSനെയും സാവർക്കറിനെയും ഗാന്ധിജിയുടെ ഘാതകരായി ചിത്രീകരിക്കുവാൻ നിരന്തരം ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇനി അങ്ങനെ ശ്രമിക്കും എന്ന് കരുതുന്നില്ല. പക്ഷേ ഈ പ്രവണത തുടങ്ങി വെച്ചത് രാഹുൽ ഗാന്ധിയല്ല, അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. ഭാരതത്തിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951 ഒക്ടോബറിലാണ്. ഏതാണ്ട് 5 മാസം നീണ്ടുനിന്ന ദീർഘമായ ഒരു പ്രക്രിയയായിരുന്നു നമ്മുടെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ്. ഗാന്ധി വധത്തിൽ RSSനോ ഹിന്ദു മഹാസഭയ്ക്കോ സാവർക്കറിനോ യാതൊരു പങ്കുമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ഹിന്ദു മഹാസഭയെ ഗാന്ധിജിയുടെ ഘാതകരായി പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും നെഹ്റു പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ അനുയായികളും അത് പൊടിപ്പും തൊങ്ങലും കൂട്ടിച്ചേർത്ത് പ്രസംഗിച്ചു നടന്നു. അങ്ങനെ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ജനങ്ങൾ മുൻവിധിയോടെ കാണുവാനുള്ള ഒരു അന്തരീക്ഷം നെഹ്റുവും കോൺഗ്രസും സൃഷ്ടിച്ചെടുത്തു. പണ്ഡിറ്റ് നെഹ്റു RSSനെയോ സവർക്കറിനെയോ ഗാന്ധിവാദവുമായി ചേർത്ത് സംസാരിച്ചിരുന്നില്ല. പക്ഷേ ഹിന്ദു മഹാസഭയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ വിക്ഷുലബ്ധമായ പരാമർശങ്ങൾ പാർട്ടിയെ പ്രതികൂലമായി തന്നെ ബാധിച്ചു. ഹിന്ദു മഹാസഭയുടെ വാഹനങ്ങൾ പലയിടത്തും ആക്രമിക്കപ്പെട്ടു. പാർട്ടിയുടെ പോസ്റ്ററുകളും ഇലക്ഷൻ മാനിഫെസ്റ്റോകളും ഒക്കെ നെഹ്റുവിൻ്റെ അനുയായികൾ വലിച്ചു കീറിക്കളഞ്ഞു. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 363 സീറ്റ് നേടി അധികാരത്തിലെത്തി. ജനസംഘത്തിന് 3 സീറ്റ്, ഹിന്ദു മഹാസഭയ്ക്ക് 3 സീറ്റ്, സോഷ്യലിസ്റ്റുകൾക്ക് 12 സീറ്റ്, കമ്മ്യൂണിസ്റ്റുകൾക്ക് 16 സീറ്റ്. ഇതായിരുന്നു അന്നത്തെ സീറ്റ് നില. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 1947 ഭാരതം സ്വാതന്ത്ര്യം നേടിയതുവരെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ വിപ്ലവകാരികളെ ആദരിക്കുവാൻ സാവർക്കറിന്റെ നേതൃത്വത്തിൽ 1952 മെയ് മാസം പൂനെയിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആദ്യമായി ആരംഭിച്ച ഓർഗനൈസ്ഡ് വിപ്ലവ സംഘടനയാണ് 1899 തന്റെ 16ാം വയസ്സിൽ സാവർക്കർ ആരംഭിച്ച അഭിനവ് ഭാരത്. പൂനെയിലെ സമ്മേളനത്തിൽ വെച്ച് അഭിനവ് ഭാരതത്തിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനവും സാവർക്കർ നടത്തി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു അഭിനവ് ഭാരതത്തിന്റെ ലക്ഷ്യം. അത് നേടിക്കഴിഞ്ഞു. അഭിനവ് ഭാരതും
ബംഗാളി വിപ്ലവകാരികളുമാണ് ഭാരതത്തിൽ വിപ്ലവത്തിന്റെ ആദ്യ കിരണങ്ങൾ കൊണ്ടുവന്നത്. അഭിനവ് ഭാരതാണ് ഭാരതത്തിന് അവളുടെ ആദ്യ ദേശീയ പതാക സമ്മാനിച്ചത്. അഭിനവ് ഭാരതാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ വാഞ്ചയെ ആദ്യമായി ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുവാൻ ശ്രമിച്ചത്. ബ്രിട്ടീഷുകാർ കാലാകാലങ്ങളിൽ നടപ്പാക്കിയ പുരോഗമനപരമായ എല്ലാ നിയമനിർമ്മാണത്തിനും കാരണം വിപ്ലവ സംഘടനകളായിരുന്നു. വസുദേവ ഫാട്കെ മുതൽ 1946 നാവിക കലാപം വരെ അതിനുപകരിച്ചിട്ടുണ്ട്. വിപ്ലവകാരികളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തി ചരിത്ര രചനകൾ നടത്തുന്നു. സുഭാഷ് ബോസിന്റെ പേര് കേൾക്കുന്നത് തന്നെ കോൺഗ്രസുകാരെ അലോസരപ്പെടുത്തുന്നുവെന്ന് സവർക്കർ പറഞ്ഞു. ചരിത്രത്തെ എത്ര തന്നെ വളച്ചൊടിക്കുവാൻ ശ്രമിച്ചാലും, എത്ര തന്നെ മൂടി വയ്ക്കുവാൻ ശ്രമിച്ചാലും സത്യം ഒരു ദിവസം സ്വയം പുറത്തു വരും. നെഹ്റുവിന്റെ ഡിഫൻസ് പോളിസിയുടെയും വിമർശകനായിരുന്നു സാവർക്കർ. രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ഒരു പരിഗണനയും ലഭിക്കാതെ കിടക്കുന്നത് അഭിമാനിക്കാവുന്നതല്ല. ഹിറ്റ്ലറിനെയും ടോജോയെയും മുസോളിനെയും പരാജയപ്പെടുത്തിയത് സമാധാന ചർച്ചകളിലൂടെയല്ല, ആയുധം കയ്യിലുള്ള രാജ്യങ്ങളാണ്. അവരെ പരാജയപ്പെടുത്തിയത് ബൈബിൾ വചനങ്ങൾ വായിച്ചിട്ടോ ധർമ്മപദങ്ങൾ പാടിയോ അല്ല, ആയുധം കൊണ്ടാണ്, അഹിംസയിലൂടെയല്ല. ആയുധം കയ്യിലുള്ളവന് സമാധാന പ്രേമിയാകാം, അതില്ലാത്തവൻ അഹിംസ പറയുന്നത് ആത്മഹത്യാപരമാണ്. ആയുധമില്ലാത്തവൻ ലോക സമാധാനത്തിന് ശ്രമിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ചൈനീസ് പോളിസിയുടെ വിമർശകരായിരുന്നു സർദാർ പട്ടേലും സാവർക്കറും. പട്ടേൽ അതൊരിക്കലും പൊതുവേദികളിൽ പറഞ്ഞിരുന്നില്ല. അദ്ദേഹം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നെഹ്റുവിനെ നേരിട്ട് ബോധ്യപ്പെടുത്തുവാനാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ സാവർക്കർ പൊതുവേദികളിലും ലേഖനങ്ങളിലൂടെയും നെഹ്റുവിന്റെ വിദേശ നയത്തെ, പ്രത്യേകിച്ചും ചൈനീസ് നയത്തെ നിശിതമായി വിമർശിച്ചിരുന്നു. 1954 ഏപ്രിൽ 29 ഇന്ത്യ ചൈനയുമായി പഞ്ചശീല ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ചൈനയുമായുള്ള സമാധാനപരമായ സഹവർത്തിത്വമായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ചൈനയുടെ ഉദ്ദേശശുദ്ധിയെ സാവർക്കർ എന്നും സംശയിച്ചിരുന്നു. 1954 ജനുവരി 26 കേസരിയിൽ എഴുതിയ ലേഖനത്തിൽ താൻ എന്തുകൊണ്ട് ചൈനയെ സംശയിക്കുന്നു എന്ന് സാവർക്കർ വ്യക്തമാക്കി. ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് ചുറ്റും ചില ബഫർ സ്റ്റേറ്റുകൾ ബ്രിട്ടൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ ഇവയൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബഫർ സ്റ്റേറ്റുകളായിരുന്നു. ഈ ബഫർ സ്റ്റേറ്റുകളൊക്കെ സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നു. എന്നിരുന്നാലും ചില ഉടമ്പടികളിലൂടെ ഈ രാജ്യങ്ങൾക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുമായി ചില വിധേയത്വം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ ബഫർ സ്റ്റേറ്റുകളെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു പ്രതിരോധ വലയമായാണ് ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ചും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആക്രമണം ഉണ്ടായാൽ അത് നേരിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെത്തില്ല. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവർക്ക് ഈ ബഫർ സ്റ്റേറ്റുകളിന് മുകളിൽ ഉണ്ടായിരുന്ന ലീഗൽ റൈറ്റ് മുഴുവനും സ്വതന്ത്ര ഇന്ത്യക്ക് കൈമാറി. എന്നാൽ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതിന്റെ ഫലമായി ബഫർ സ്റ്റേറ്റുകളിൽ ഒന്നായിരുന്ന ടിബറ്റിനെ ചൈന ആക്രമിച്ച് കീഴടക്കി അതിന്റെ ഭാഗമാക്കി. ചൈന ടിബറ്റിനെ ആക്രമിച്ച ആ നിമിഷം ഇന്ത്യ പ്രതിഷേധിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ലോക സമാധാനത്തിന്റെയും പരസ്പര സഹവർത്തിത്വത്തിന്റെയും പേരിൽ നാം കണ്ണടച്ചു. നമ്മൾക്ക് ഒരു ചെറു വിരൽ അനക്കുവാൻ പോലും സാധിച്ചില്ല. ടിബറ്റിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായപ്പോൾ നമ്മൾ അവരെ സഹായിച്ചില്ല. കാരണം നമ്മൾക്ക് യാതൊരു തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ മുൻഗണന പ്രതിരോധത്തിലായിരുന്നില്ല. നമ്മൾ ലോക സമാധാനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ടിബറ്റ് കീഴടക്കിയതോടെ ചൈനീസ് ആർമി ഇന്ന് ഇന്ത്യൻ അതിർത്തികളിലാണ്. നമ്മൾ സ്വയം തയ്യാറാകുന്നില്ല എങ്കിൽ നാളെ ചൈന ഇന്ത്യൻ അതിർത്തി കടക്കും. 1948 മാത്രം ജന്മമെടുത്ത ഇസ്രായേലിനെ നോക്കൂ. അവർ സ്വന്തമായി ആയുധം ഉണ്ടാക്കുന്നു. രാജ്യത്തെ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ആയുധ പരിശീലനം നൽകുന്നു. ഒരൊറ്റ അറബ് രാജ്യവും അവരെ തൊടുവാൻ ധൈര്യപ്പെടുന്നില്ല. കോൺഗ്രസ് പാർട്ടി ടിബറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാരോട് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. സർദാർ പട്ടേൽ മരിക്കുന്നത് 1950 ഡിസംബർ 15 അതിന് ഏതാണ്ട് 4 ആഴ്ച മുൻപ് നവംബർ 7 പട്ടേൽ നെഹ്റുവിന് അയച്ച ഒരു കത്തുണ്ട്. നെഹ്റുവിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് രാജ്യം കൊടുക്കേണ്ടി വന്ന വിലയെ ചൊല്ലി പട്ടേലിനും നെഹ്റുവിനും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു.
അതിലൊന്നായിരുന്നു ചൈനയുടെ ടിബറ്റ് പിടിച്ചടക്കൽ. പട്ടേൽ നെഹ്റുവിന് അയച്ച കത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. ഓർക്കണം, ചൈനീസ് യുദ്ധത്തിന് 12 കൊല്ലം മുൻപ് പട്ടേൽ എഴുതിയ പ്രവാചക തുല്യമായ കത്താണിത്. കമ്മ്യൂണിസ്റ്റ് ചൈന ഭാവിയിൽ ഭാരതത്തോട് എങ്ങനെ പെരുമാറും എന്നൊരു പ്രവചനമാണ് പട്ടേൽ ഈ കത്തിൽ നടത്തുന്നത്. തങ്ങൾ സമാധാനപ്രിയരായ ഒരു രാജ്യമാണ് എന്ന് ചൈന ഇന്ത്യ ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കും. അതൊരിക്കലും വിശ്വസിക്കരുത്. അവർ പിൻവാതിലിൽ കൂടി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരിക്കും. നമ്മുടെ വിദേശ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പല ഫോറത്തിലും അനാവശ്യമായി ചൈനയോട് മാപ്പ് ചോദിക്കുന്നു. ഇത് ഉടനടി നിർത്തണം. നമ്മൾ ചൈനയെ ഒരു സുഹൃത് രാജ്യമായി കരുതുന്നത് പോലെ ചൈന നമ്മളെ കരുതുന്നില്ല. ചൈന കമ്മ്യൂണിസ്റ്റ് മാനസികാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ കൂടെ നിൽക്കാത്ത എല്ലാ രാജ്യങ്ങളും അവരെ സംബന്ധിച്ച് ശത്രുക്കളാണ്. നമ്മൾ എന്തു തന്നെ ചെയ്താലും അവർ നമ്മെ സംശയദൃഷ്ടിയോടെ കാണൂ. ചൈന ഈസ് നോട്ട് എ ഫ്രണ്ട് ബട്ട് എ പൊട്ടൻഷ്യൽ എനിമി. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന സാമ്രാജ്യത്വത്തിന് എതിരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏതൊരു യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും സാമ്രാജ്യത്വവാദികളാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനയ്ക്ക് ആസാമിലും ബർമയിലും നമ്മുടെ ഹിമാലയൻ സ്റ്റേറ്റുകളിലും നോട്ടമുണ്ട്. നമ്മുടെ പ്രതിരോധം പാകിസ്ഥാൻ കേന്ദ്രീകൃതമാണ്. ചൈനീസ് അതിർത്തികളിൽ നമ്മൾ യാതൊരുവിധ പ്രതിരോധ നിരയും തീർത്തിട്ടില്ല. ഏത് നിമിഷവും ചൈനയ്ക്ക് അതുവഴി കടന്നു വരാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഓപ്പറേഷനെ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ അതും സൂക്ഷിക്കണം. ഈ കത്തിന്റെ അവസാന ഭാഗത്ത് ഇന്ത്യ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നെഹ്റുവിനോട് പറയുന്നുണ്ട്. ഈ വിഷയങ്ങൾ വ്യക്തിപരമായി തന്നെ നെഹ്റുവിനോട് സംസാരിക്കുവാൻ പട്ടേൽ സമയം ചോദിച്ചു. അത് പട്ടേലിന് ലഭിച്ചില്ല. ഏതാണ്ട് 1 മാസങ്ങൾക്ക് ശേഷം പട്ടേൽ അദ്ദേഹത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിൽ തഴയപ്പെട്ടു. ആഭ്യന്തര മന്ത്രാലയത്തിലെ എല്ലാ ഫയലുകളും തനിക്ക് നേരിട്ട് നൽകുവാൻ നെഹ്റു പട്ടേലിന്റെ സെക്രട്ടറിമാർക്ക് എഴുതി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ നിരാശനായി. 3 ദിവസങ്ങൾക്ക് ശേഷം സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ചു. പട്ടേലോ സവർക്കറോ പറഞ്ഞതൊന്നും നെഹ്റു മുഖവിലയ്ക്കെടുത്തില്ല. അദ്ദേഹം സ്വയം അന്താരാഷ്ട്ര ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള തിരക്കിലായിരുന്നു. അദ്ദേഹം ചൈനയെ പൂർണ്ണമായും വിശ്വസിച്ചു. പഞ്ചശീല തത്വം ഒപ്പുവെച്ചു. 1962 ഒക്ടോബർ മാസം 20-ന് ആസാമിലേക്കും അരുണാചൽ പ്രദേശിലേക്കും ചൈനീസ് സൈന്യം ഇരച്ചു കയറി. നെഹ്റു ഉൾപ്പെടെ ഡൽഹിയിലുള്ള ആർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. ചൈനീസ് പട്ടാളം 160 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു വന്നു. നമ്മുടെ അതിർത്തികളിൽ അവർ ഒരു പ്രതിരോധവും നേരിട്ടില്ല. പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിന്റെ കാര്യത്തിൽ എന്ന പോലെ നെഹ്റുവിന്റെ ലീഡർഷിപ്പ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. നമ്മൾ നാണംകെട്ട തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു. 50കളിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ കുറിച്ച് സവർക്കർ പറഞ്ഞതും ഇന്നേറെ പ്രസക്തമാണ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മതപരിവർത്തനമായിരിക്കും ദേശീയ സുരക്ഷയ്ക്ക് നേരെ നാം ഭാവിയിൽ നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മതപരിവർത്തനം ഇതേ രീതിയിൽ തുടർന്നാൽ ഭാവിയിൽ അവിടം കലാപഭൂമിയാകും. നോക്കൂ, എത്ര കൃത്യമായ പ്രവചനം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.